പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തിക്കൊണ്ട് വലിയ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വീണ്ടും ഇന്ത്യയിലേക്ക്. അമേരിക്കയുടെ ഉപരോധ ഭീഷണികൾ വെറും കടലാസ് പുലികളാണെന്ന് ലോകത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വരുന്ന സെപ്റ്റംബറിൽ പുടിൻ ന്യൂഡൽഹിയിൽ വിമാനമിറങ്ങും. സെപ്റ്റംബർ 12, 13 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന 2026 ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് റഷ്യൻ പ്രസിഡന്റ് എത്തുക എന്ന് ക്രെംലിൻ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കേവലം ഒരു വർഷത്തിനിടയിൽ പുടിൻ നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യൻ സന്ദർശനമാണിത്. പ്രതിരോധം, ഊർജ്ജം, വ്യാപാരം എന്നീ മേഖലകളിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള തന്ത്രപരമായിട്ടുള്ള ബന്ധം ചരിത്രത്തിലെ ഏറ്റവും മികച്ച അവസ്ഥയിലാണ് എന്ന് ഈ സന്ദർശനം അടിവരയിടുന്നു. 2006 ന്യൂയോർക്കിൽ തുടക്കമിട്ട ബ്രിക്സ് കൂട്ടായ്മ ഇന്ന് ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കുകയാണ്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നിവർക്ക് പുറമെ 2024 ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളും 2025 ജനുവരിയോടെ ഇന്തോനേഷ്യയും ഈ വമ്പൻ സഖ്യത്തിന്റെ പൂർണ്ണാംഗങ്ങളായി. കൂടാതെ മലേഷ്യ, വിയറ്റ്നാം, തായ്ലാന്റ് ഉൾപ്പെടെയുള്ള 10ഓളം രാജ്യങ്ങൾ പങ്കാളിത്ത രാജ്യങ്ങളായി മാറി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് ലോകത്തെ വൻകിട വികസ്വര സമ്പദ് വ്യവസ്ഥകളുടെ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമായി ബ്രിക്സ് വളർന്നു കഴിഞ്ഞു. ചൈനയുമായുള്ള മികച്ച നയതന്ത്ര ബന്ധത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ത്യയുമായുള്ള സൗഹൃദം റഷ്യ കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നത്. റഷ്യ, ഇന്ത്യ, ചൈന എന്നീ ഏഷ്യൻ വൻ ശക്തികൾ ഒരുമിച്ച് നിൽക്കുന്നത് ഒരു ബഹുധ്രുവ ലോകക്രമത്തിലേക്കുള്ള ഏറ്റവും വലിയ ചുവടുവയ്പ്പാണ്. അമേരിക്ക ഭയക്കുന്നതും ആ ബഹുധ്രുവ ലോകക്രമത്തെ തന്നെയാണ്. 2022 ഉക്രൈൻ സംഘർഷത്തിന് ശേഷം പാശ്ചാത്യ ലോകം റഷ്യയെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും 2025 ഡിസംബറിൽ 23ാമത് വാർഷിക ഉച്ചകോടിയായി പുടിൻ ഇന്ത്യയിലെത്തിയത് അമേരിക്കയ്ക്ക് വലിയൊരു തിരിച്ചടിയായിരുന്നു. അന്നത്തെ ചർച്ചകളുടെ തുടർച്ച കൂടിയാകും ഈ ഒരു ബ്രിക്സ് വേദി. ചുരുക്കത്തിൽ ലോകം അമേരിക്ക എന്ന ഒരു രാജ്യത്തിന്റെയോ പാശ്ചാത്യ ചേരിയുടെയോ മാത്രം കാൽക്കീഴിൽ നിന്ന് പതിയെ വിടുതൽ നേടുകയാണ്. ആഗോള ഭരണ നയങ്ങളുടെ പുതിയ ദിശ നിശ്ചയിക്കുന്ന വേദിയായി ഈ ബ്രിക്സ് ഉച്ചകോടി മാറും. സ്വന്തം നിബന്ധനകളിൽ ലോകവുമായി ഇടപഴകുന്ന പുതിയ ഇന്ത്യയുടെ നയതന്ത്ര വിജയത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരിക്കും സെപ്റ്റംബറിൽ ഡൽഹിയിൽ നടക്കാൻ പോകുന്ന ഈ ചരിത്ര കൂടിക്കാഴ്ച. ന്യൂസ് ഡെസ്ക് ജനങ്ങളാണ്.